മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മർക്കോസ് 3:14 സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 14 തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വൈദികൻ തന്റെ വിഷമങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ജീവിതം, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ആരും എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ മടുത്തു, ഈ പൗരോഹിത്യം തുടരണമോ വേണ്ടയോ എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് എന്നുള്ള വിഷമങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുവാനാണ് തോന്നിയത്. അച്ഛനിപ്പോൾ എത്ര സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു? ഇത്തരം കുറച്ചു നേരത്തെ മൗനമായി. വളരെ കുറച്ചു സമയമേ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം തുടർന്ന് സമ്മതിക്കുകയുണ്ടായി. എന്നാൽ അച്ഛനോട് പറഞ്ഞു, കുറച്ചു സമയം കൂടി പ്രാർത്ഥനയിൽ ചെലവഴിക്കാനെന്ന് ശ്രമിച്ചാൽ. അദ്ദേഹം എല്ലാം കേട്ടു. അദ്ദേഹം തിരിച്ച് പള്ളിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ചോദ്യവുമായി ഞാൻ എത്തി. അച്ഛാ, എത്ര സമയം ഇന്ന് പ്രാർത്ഥിച്ചു? അദ്ദേഹത്തിന് വാചാലമായി സംസാരിക്കാനുണ്ടായിരുന്നു. ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അതിന്റെ ഫലമായിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പുതിയൊരു തീരുമാനമെടുത്തുകൊണ്ട് തന്റെ ശുശ്രൂഷയിൽ തുടരുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കുടുംബജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ സംതൃപ്തരാവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനാ സമയം എട്ടിച്ചുരുക്കാതെ അതിൽ വിശ്വസ്ത പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹപ്രദമാകും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.